ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എദ്രേസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്ററായ ദ ലോ ആൻഡ് ദ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ്. ലോ എന്ന് പറഞ്ഞാൽ നിയമം, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സമൂഹം, സമൂഹവും നിയമവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേരിൻ്റെ അർത്ഥം. ഇവിടെ നമുക്കൊരു പിക്ചർ കാണാം. കുട്ടികൾ സെൻട്രലൊരു വൃത്തം വരച്ചിട്ട് അതിന് ചുറ്റും നിന്ന് കളിക്കുന്നത്. അവർ കളിക്കുന്ന കളിയുടെ പേരാണ് കുളംകര. ഒബ്സർവ് ദ പിക്ചർ. ദ പിക്ചർ ഷോസ് ഫ്രണ്ട്സ് പ്ലേയിങ് കുളംകര. ഹാവ് യു എവർ പ്ലേഡ് ദ ഗെയിം? ചിത്രത്തിൽ കാണിക്കുന്നത് കൂട്ടുകാർ കുളംകര കളിക്കുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ? ഷാൾ വി പ്ലേ ദ ഗെയിം? വാട്ട് ആർ ദ റൂൾസ് ഓഫ് ദ കുളംകര ഗെയിം? നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കിയാലോ? എന്തൊക്കെയാണ് ഈ കുളംകര എന്ന ഗെയിം കളിക്കാനുള്ള നിയമങ്ങൾ? അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാം. വെൻ യു ഹിയർ കുളം യു ഹാവ് ടു ജമ്പ് ഇൻ ടു ദ സർക്കിൾ. നിങ്ങൾ കുളം എന്ന് കേൾക്കുമ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ചാടണം. വെൻ യു ഹിയർ കര യു ഹാവ് ടു ജമ്പ് ഔട്ട് ഓഫ് ദ സർക്കിൾ. കര എന്ന് കേൾക്കുമ്പോൾ സർക്കിളിന് പുറത്തേക്ക് ചാടണം, അല്ലെങ്കിൽ പുറത്ത് തന്നെ നിൽക്കണം. ഇതാണ് ഈ ഗെയിമിൻ്റെ റൂൾ. ഓൾ ഗെയിംസ് ഹാവ് സർട്ടൻ റൂൾസ്. എല്ലാ ഗെയിമിനും ചില റൂൾസ് ഉണ്ട്. ഇഫ് വി ഫെയിൽ ടു ഫോളോ ദ റൂൾസ് ഓഫ് ദ ഗെയിംസ് വി ആർ ഇൻവോൾവ്ഡ് ഇൻ, ക്യാൻ വി കണ്ടിന്യൂ ടു പ്ലേ? എന്തെങ്കിലും ഒരു നിയമം ഫോളോ ചെയ്യാൻ കഴിയാതെ പോയാൽ, ഗെയിമിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ കഴിയാതെ പോയാൽ നമുക്ക് തുടർന്ന് കളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ലൈക്ക് ദിസ് വി ഹാവ് ടു ഫോളോ സർട്ടൻ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സ്കൂൾ. വാട്ട് ആർ ദേ? ഇതുപോലെ സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്? 2 നിയമങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ദ ടൈം ഷെഡ്യൂൾ, വിയർ ദ സ്കൂൾ യൂണിഫോംസ്. ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരിക, സ്കൂൾ യൂണിഫോം ധരിക്കുക. പിന്നെ 2 റൂൾസ് നമ്മൾ എഴുതണം. എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റുക? റീച്ച് സ്കൂൾ ഓൺ ടൈം. സ്കൂളിൽ സമയത്ത് തന്നെ എത്തിച്ചേരുക. പിന്നെ നമുക്ക് പറയാം, കീപ് ദ സ്കൂൾ ആൻഡ് പ്രമിസസ് ക്ലീൻ. സ്കൂളും പരിസരവും വൃത്തിയുള്ളതായി സംരക്ഷിക്കുക. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദീസ് റൂൾസ് ആർ നോട്ട് ഫോളോഡ്? ഈ നിയമങ്ങളൊന്നും ഫോളോ ചെയ്യപ്പെട്ടില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്കൂളിന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലേ? ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ഇൻ ദ സ്കൂൾ ആൻഡ് പ്രസൻറ്റ് ദം ടു ദ ക്ലാസ്. നിങ്ങൾ കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്ത് സ്കൂൾ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു ചാർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ലോ? എന്താണ് നിയമം? ജസ്റ്റ് ലൈക്ക് ഫോളോയിങ് ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഇൻ സ്കൂൾ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫോളോ സർട്ടൻ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ സർവൈവൽ ഓഫ് ദ സൊസൈറ്റി. സ്കൂളിൽ നമ്മൾ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും കുറച്ച് നിർദ്ദേശങ്ങളും നിയമങ്ങളും നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ലോയുടെ ഡെഫിനിഷൻ അവിടെ പിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ലോ ഈസ് ദ ആക്സെപ്റ്റഡ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു കൂട്ടത്തിനെ, ഒരു സെറ്റിനെയാണ് നമ്മൾ നിയമം അഥവാ ലോ എന്ന് പറയുന്നത്. ഹ്യൂമൻസ് ആർ സോഷ്യൽ ആനിമൽസ്. മനുഷ്യന്മാരെല്ലാം സാമൂഹ്യ ജീവികളാണ്. ലോസ് ആർ എസെൻഷ്യൽ ടു എൻഷ്യൂർ എ ബെറ്റർ ലൈഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ എവറി ഇൻഡിവിജ്വൽ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും നല്ലൊരു ജീവിതവും സുരക്ഷയും ഉറപ്പുവരുത്താൻ വേണ്ടി നിയമങ്ങൾ വളരെ അത്യാവശ്യമാണ്. ലോസ് ആർ മീൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് എവറി വൺ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ ഓരോരുത്തരുടെയും ക്ഷേമമാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Certain conditions and restrictions on the character, conduct, actions, freedom, rights, etc. are essential for the members of a social group. സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തികൾ, സ്വാതന്ത്ര്യം, അവകാശങ്ങൾ എന്നിവയിലെല്ലാം ചില നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഓരോ സോഷ്യൽ ഗ്രൂപ്പിലെയും മെമ്പർമാർക്ക് അത്യാവശ്യമാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ഓൾസോ നീഡ്സ് ടു ബി കൺസിഡേർഡ് വൈൽ പ്രൊട്ടക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം പൊതു താല്പര്യം കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദ ലോ പെർഫോംസ് ദിസ് ഫങ്ഷൻ. ഇവിടെയാണ് നിയമം പ്രവർത്തിക്കുന്നത്. ഈ ഫങ്ഷൻ ചെയ്യുന്നത് നിയമമാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ സൊസൈറ്റി ഇഫ് ലോസ് ആർ നോട്ട് ഫോളോഡ്? സമൂഹത്തിന് എന്ത് സംഭവിക്കും നിയമങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ? ഇഫ് ദ റൂൾസ് ആർ നോട്ട് ഫോളോഡ് കോൺഫ്ലിക്ട്സ് എറൈസ്. നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാവും. ദിസ് എൻഡേഞ്ചേഴ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സൊസൈറ്റി. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും. ദെർഫോർ വയലേഷൻ ഓഫ് റൂൾസ് ഇസ് പണിഷബിൾ. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ തെറ്റിക്കുക എന്നുള്ളത് ശിക്ഷാർഹമാണ്. ലോസ് ആർ ഫോംഡ് മെയിൻലി ഇൻ 2 ways. പ്രധാനമായും നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്
രണ്ട് വഴികളിലാണ്. ലോസ് ഓർ റൂൾസ് ഫോംഡ് ത്രൂ സോഷ്യൽ നോംസ് ഓർ പ്രാക്ടീസസ്. സാമൂഹ്യ ചട്ടങ്ങളിലോ പ്രാക്ടീസുകളിലോ വഴി ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ. ലോസ് ഫോംഡ് ബൈ സിസ്റ്റമാറ്റിക് മെക്കാനിസംസ്. വ്യവസ്ഥാപിത സംവിധാനങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ. ഓൾ ദ ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ആൻഷ്യൻറ്റ് സൊസൈറ്റി വർ ഫോംഡ് ഫ്രം നോംസ് ഓർ പ്രാക്ടീസസ്. ആചാരങ്ങളും പ്രാക്ടീസുകളും കൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സോഷ്യൽ നോംസ് എന്താണെന്ന് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. സോഷ്യൽ നോംസ് ആർ ദ അൺറിട്ടൺ റൂൾസ് ഓഫ് ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ആർ കൺസിഡേർഡ് ആക്സെപ്റ്റബിൾ ഇൻ എ പെർട്ടിക്കുലർ സോഷ്യൽ ഓർഗനൈസേഷൻ ഓർ കൾച്ചർ. ഒരു പ്രത്യേക സാമൂഹിക സംഘടനയിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കരുതപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയുടെ എഴുതപ്പെടാത്ത നിയമങ്ങളെയാണ് നമ്മൾ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. ജനറലി ദീസ് വർ നോട്ട് സ്ട്രിക്ട്ലി റിട്ടൺ. പൊതുവേ ഇത് അത്ര കണിശമായി എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. ദേ വർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ സൊസൈറ്റി ത്രൂ സോഷ്യൽ നോംസ് ആൻഡ് കസ്റ്റംസ്. സാമൂഹ്യ ചട്ടങ്ങളിലൂടെയോ ആചാരങ്ങളിലൂടെയൊക്കെയാണ് ഈ നിയമങ്ങൾ സമൂഹത്തിൽ നടപ്പാക്കപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദ റൂൾസ് ആൻഡ് ലോസ് ദാറ്റ് വെർ പാർട്ട് ഓഫ് ദ സോഷ്യൽ ഓർഡർ ഹാവ് ബീൻ ഐദർ ചേഞ്ച്ഡ് ഓർ മോഡിഫൈഡ് ഓവർ ടൈം. ഈ നിയമങ്ങൾ, സമൂഹത്തെ ബാധിക്കുന്ന ഈ നിയമങ്ങൾ പല സമയത്തും മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ നിയമങ്ങൾ സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, സോഷ്യൽ ഓർഡറിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വാട്ട് ആർ ദ ലോസ് വി ആർ ഫെമിലിയർ വിത്ത് ഇൻ അവർ ഡെയിലി ലൈഫ്സ്? ഏതൊക്കെ നിയമങ്ങളാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഫെമിലിയർ ആയിട്ടുള്ളത്, നമുക്ക് പരിചയമുള്ള ലോസ് ഏതൊക്കെയാണ്? അവിടെ 3 കൊടുത്തിട്ടുണ്ട്, നമുക്കിനിയും 2 നമ്മൾ എഴുതണം. ട്രാഫിക് റൂൾസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ്സ് ആക്ട്. ട്രാഫിക് നിയമങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം, പിന്നെ ബാലാവകാശ നിയമം, അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് 2 നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം. ഹൗ വേർ ദീസ് ലോസ് ഫോംഡ്? എങ്ങനെയാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ഇൻ ദ മോഡേൺ ഇറ സച്ച് ലോസ് which are required for the nation are made by the respective governments through the state system called legislature. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി, രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ്റുകൾക്ക് പ്രത്യേക സംവിധാനമുണ്ട്. അതിനെയാണ് നമ്മൾ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ സംവിധാനം, നിയമനിർമ്മാണ സഭ എന്നൊക്കെ പറയുന്നത്. ലെജിസ്ലേച്ചേഴ്സ് ഓൾസോ മേക്ക് ലോസ് ഫോളോയിങ് സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ അഡീഷൻ ടു ദ ലോസ് മെയ്ഡ് ബൈ ദ ഗവൺമെൻറ്റ്സ് ഓൺ ദെയർ ഇനിഷ്യേറ്റീവ്. ഗവൺമെൻറ്റുകൾ അവർ മുൻകൈയെടുത്തുണ്ടാക്കുന്ന നിയമങ്ങൾ കൂടാതെ ശക്തമായ പൊതുജന അഭിപ്രായത്തിനെ മാനിച്ചുകൊണ്ട് നിയമങ്ങൾ ലെജിസ്ലേച്ചർ വഴി ഉണ്ടാക്കുന്നു. അവിടെ ഒരു ബോക്സിൽ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റേറ്റ്: എ സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് പോപ്പുലേഷൻ പെർമനൻ്റ്ലി റിസൈഡിംഗ് ഇൻ എ ടെറിറ്ററി ദറ്റ് ഈസ് ഡിഫൈൻഡ് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്ന ജനസംഖ്യയാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സംസ്ഥാനം എന്ന് പറയുന്നത്. ദ എലമെൻറ്റ്സ് ഓഫ് എ സ്റ്റേറ്റ് ആർ പോപ്പുലേഷൻ, ടെറിറ്ററി, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഘടകങ്ങൾ, സംസ്ഥാനത്തിൻ്റെ ഘടകങ്ങൾ. ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദ കോർട്ട്, ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ദ ലോ ആൻഡ് റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ കോർട്ട്സ് ഓഫൺ കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ ലോസ്. കോടതി വിധി, നിയമത്തിൻ്റെ വ്യാഖ്യാനം, കോടതിയുടെ ശുപാർശകൾ എന്നിവയാണ് പലപ്പോഴും നിയമനിർമ്മാണത്തിലേക്ക് സംഭാവന നൽകുന്നത്. ഇൻ ദിസ് വേ ലോസ് ആർ ഓൾസോ ഫോർമുലേറ്റഡ് ത്രൂ ഇൻ്റർവെൻഷൻസ് ഓഫ് ദ കോർട്ട്സ് ഓഫ് ലോ. ഇങ്ങനെ ഈ വഴിയിൽ നിയമനിർമ്മാണത്തിൽ കോടതികളും ഒരു പ്രധാന ഇടപെടൽ നടത്തുന്നു. അവിടെ നമുക്ക് 2 പിക്ചർ കാണാം. ഒന്നാമത്തെ പിക്ചർ പാർലമെൻറ്റാണ്, ഇന്ത്യൻ പാർലമെൻറ്റാണ്. രണ്ടാമത്തത് കേരള നിയമസഭയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം നിയമനിർമ്മാണ സംവിധാനമായ പാർലമെൻറ്റും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയായ നിയമസഭയുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ദ ലോസ് വർ ഫോംഡ്. നിയമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലിസ്റ്റ് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് ലോസ് ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഇങ്ങനെ പല വഴികളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾക്ക് എക്സാമ്പിൾ ലിസ്റ്റ് ചെയ്യുക. നമുക്കിവിടെ എഴുതാം. ആക്ട് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, ബാലവേല നിരോധന നിയമം. സെക്കൻഡ്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം. തേർഡ് വൺ, ആക്ട് എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡന നിരോധന നിയമം. കൂട്ടുകാർക്ക് ഇതുപോലെ കുറേ നിയമങ്ങൾ അറിയാമെങ്കിൽ വേറെ എക്സാമ്പിൾസ് എഴുതാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അവിടെ കുറച്ച് ട്രാഫിക് സയൻസ് ഉണ്ട്, അതെന്താണെന്ന് നമ്മൾ എഴുതണം. അവിടെ നമ്പർ ഇട്ടിരിക്കുന്നു, അതിന് ഓർഡറിൽ താഴെ എഴുതാം. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, നോ സൈക്ലിംഗ്. സെക്കൻഡ് വൺ, നോ പെഡസ്ട്രിയൻസ്, കാൽനട യാത്രക്കാർ അനുവദിക്കില്ല.
Third one, no parking. Then fourth one, school zone. Fifth one, railway line. Sixth, zebra line. 7 അവിടെ കൊടുത്തിട്ടുണ്ട്, wear seat belt. Then 8th, no horn. Then the last one, 9th, wear helmet ധരിക്കുക. It is necessary to follow the rules indicated by such signs in our day-to-day life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ബോർഡുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കേണ്ടത് നിർബന്ധമാണ്. റോഡ് സേഫ്റ്റി ലോസ് ആർ ദ വൺസ് ഫോർമുലേറ്റഡ് ടു മേക്ക് റോഡ് ട്രാഫിക് സ്മൂത്ത് ആൻഡ് ആക്സിഡൻറ്റ് ഫ്രീ. റോഡ് സേഫ്റ്റി ലോസ് അല്ലെങ്കിൽ റോഡ് സുരക്ഷാ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് സുഗമമായ ആക്സിഡൻറ്റുകളൊന്നും ഇല്ലാത്ത യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെഡസ്ട്രിയൻസ് ആസ് വെൽ ആസ് മോട്ടോറിസ്റ്റ് ആർ ഒബ്ലൈജ്ഡ് ടു ഫോളോ ദീസ് ലോസ്. കാൽനട യാത്രക്കാരും വാഹനം ഓടിക്കുന്നവരും ഈ നിയമം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. By obeying traffic rules, one can ensure one's own safety and the safety of others. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ ഒരാൾക്ക് സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും കൂടി ഉറപ്പുവരുത്താൻ കഴിയും. അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. പ്രിപ്പയർ പ്ലക്കാർഡ്സ് ആൻഡ് സ്ലോഗൻസ് ആൻഡ് ഓർഗനൈസ് എ റാലി ഓൺ റോഡ് സേഫ്റ്റി ഡേ ടു ക്രിയേറ്റ് അവെയർനെസ് ഓഫ് റോഡ് സേഫ്റ്റി റൂൾസ്. റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി റോഡ് സേഫ്റ്റി ഡേയിൽ പ്ലക്കാർഡ്സും സ്ലോഗൻസും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു റാലി കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് 2 പ്ലക്കാർഡ് കാണാം. സ്റ്റോപ്പ്, ലുക്ക്, ഗോ, സേഫ് ആൻഡ് സെക്യൂർ ജേർണി എന്നൊക്കെ പറഞ്ഞിട്ട് 2 പ്ലക്കാർഡ് കാണാം. അതുപോലുള്ള പ്ലക്കാർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് താഴെയായിട്ട് മറ്റൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കുറേ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റൻഷൻ പെഡസ്ട്രിയൻസ്, കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കുക. പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാരാണ്. ഫസ്റ്റ് വൺ, ഇൻ അവർ കൺട്രി വെഹിക്കുലർ ട്രാഫിക് ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്. നമ്മുടെ രാജ്യത്ത് വണ്ടികൾ പോകേണ്ടത് ഇടത്ത് സൈഡിലൂടെയാണ്. ഇഫ് യു വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് യു ക്യാൻ സീ ദ ഓൺ കമ്മിങ് വെഹിക്കിൾസ് ക്ലിയർലി. നിങ്ങൾ വലത് സൈഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ പറ്റും. ഇഫ് യു വാക്ക് ഓൺ ദ ലെഫ്റ്റ് സൈഡ് വി കനോട്ട് സീ ദ വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ബിഹൈൻഡ്. ദിസ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ആക്സിഡൻറ്റ്സ്. നമ്മൾ ഇടത് സൈഡിലൂടെ നടക്കുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല. ഇത് അപകട സാധ്യത കൂട്ടും. If there are sidewalks, use them while walking on the road. സൈഡിൽ നടപ്പാതകളുണ്ടെങ്കിൽ നടക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുക. വാക്ക് ഓൺലി ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് ഇഫ് ദർ ആർ നോ സൈഡ് വാക്സ്. ഇനി അഥവാ നടപ്പാതകളില്ലെങ്കിൽ റോഡിൻ്റെ വലത് സൈഡിലൂടെ മാത്രം നടക്കുക. മോർ ദാൻ 2 people ടുഗെദർ ഷുഡ് നോട്ട് വാക്ക് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ റോഡ്. 2ൽ കൂടുതൽ ആളുകൾ ഒരിക്കലും ഒരുമിച്ച് റോഡിൻ്റെ ഒരേ സൈഡിലൂടെ നടന്നു പോകരുത്. ഡു നോട്ട് വാക്ക് ത്രൂ ഏരിയാസ് വെർ പെഡസ്ട്രിയൻസ് ആർ പ്രൊഹിബിറ്റഡ്. കാൽനട യാത്ര നിരോധിച്ച സ്ഥലത്തുകൂടെ നടന്നു പോകാതിരിക്കുക. നെവർ വാക്ക് ഓൺ ദ റോഡ് യൂസിങ് മൊബൈൽ ഫോൺസ് ആൻഡ് ഹെഡ്സെറ്റ്സ്. മൊബൈൽ ഫോണും ഹെഡ്സെറ്റൊന്നും ഉപയോഗിച്ച് റോഡിലൂടെ നടക്കാതിരിക്കുക. ക്രോസ് ദ റോഡ് ഓൺലി ആഫ്റ്റർ ലുക്കിംഗ് ഫസ്റ്റ് ടു ദ റൈറ്റ് ആൻഡ് ദെൻ ടു ദ ലെഫ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ നോ വെഹിക്കിൾസ്. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം വലതു ഭാഗത്തേക്ക് നോക്കുക, പിന്നെ ഇടതു ഭാഗത്തേക്ക് നോക്കുക. എന്നിട്ട് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം റോഡ് മുറിച്ച് കടക്കുക. ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് സീബ്ര ക്രോസിംഗ് ഇഫ് ദർ ആർ സീബ്ര ലൈൻസ്. സീബ്ര ക്രോസിംഗ് ലൈൻ ഉള്ള സ്ഥലത്ത് ആ ലൈൻസ് ഉപയോഗിച്ച് മാത്രം റോഡ് ക്രോസ് ചെയ്യുക. വെയിറ്റ് ഫോർ ദ ഗ്രീൻ സിഗ്നൽ ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ് ഇൻ ഏരിയാസ് വെർ ദ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇസ് ദർ. ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഉള്ള സ്ഥലത്ത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള പച്ച സിഗ്നൽ കത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇഫ് ദർ ആർ ഫുട് ഓവർ ബ്രിഡ്ജസ്, സ്കൈ വാക്സ് ആൻഡ് അണ്ടർ പാസസ് ഡിസൈൻഡ് ഫോർ പെഡസ്ട്രിയൻസ് യൂസ് ദം. കാൽനട യാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫുട് ഓവർ ബ്രിഡ്ജസ് അല്ലെങ്കിൽ സ്കൈ വാക്ക്, ആകാശ പാതകൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു ആക്ടിവിറ്റിയാണ് കൂട്ടുകാർ ചെയ്യുക. റോൾ പ്ലേ ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ പെഡസ്ട്രിയൻ സേഫ്റ്റി ആസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പെഡസ്ട്രിയൻസിനുള്ള നിർദ്ദേശങ്ങൾ റോൾ പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ദ ലോ ആൻഡ് ദ സൈബർ വേൾഡ്. സൈബർ ലോകവും നിയമവും. സൈബർ ലോകം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ലോകത്തെയാണ് നമ്മൾ സൈബർ വേൾഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു പിക്ചർ കാണാം, ഒരു ഡയഗ്രാം കാണാം. അവിടെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓരോ ബോക്സിലും ഫോറിൻ നാഷണൽ അറസ്റ്റഡ് ഫോർ സൈബർ ഫ്രോഡ്. സൈബർ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ വിദേശിയായ പൗരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ്, ഓൺലൈൻ ലക്കി കൂപ്പൺ ഫ്രോഡ്, ബിവെയർ. ഓൺലൈൻ ലക്കി കൂപ്പൺ തട്ടിപ്പ് സൂക്ഷിക്കുക. ഹാക്സ് വീഡിയോ കോൾ, മണി സ്റ്റോളൻ ഡിസ്കസിങ് അസ് ഫ്രണ്ട്. വ്യാജ വീഡിയോ കോൾ ചെയ്ത് സുഹൃത്തെന്ന വ്യാജേന പണം തട്ടി. ഫിനാൻഷ്യൽ ഫ്രോഡ് യൂസിങ് ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. തെറ്റായ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് സാമ്പത്തിക തട്ടിപ്പ്. ഇവിടെ സൈഡിലെ ബോക്സിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം.
Information Technology Act 2000. This law was implemented to ensure legal recognition and security for transactions involving information technology. വിവരസാങ്കേതിക വിദ്യ അഥവാ IT ഉൾപ്പെടുന്ന ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ നിയമം നടപ്പിലാക്കിയത്. The Act stipulates strict punishment for those involved in cyber crimes. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കനത്ത ശിക്ഷയാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. Haven't you read the news headlines? നിങ്ങൾ ഈ ന്യൂസ് ഹെഡ്ലൈൻസ് വായിച്ചില്ലേ? Look at the number of scams through social media. Are there rules to regulate this? സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പുകളുടെ എണ്ണം നോക്കൂ. ഇതിനെ നിയന്ത്രിക്കാൻ നിയമങ്ങളില്ലേ? A lot of scams takes place in internet games, mobile apps and online services. ഒരുപാട് തട്ടിപ്പുകൾ ഇൻ്റർനെറ്റ് ഗെയിമിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയും മറ്റു ഓൺലൈൻ സേവനങ്ങളിലൂടെയും നടക്കുന്നുണ്ട്. The law enacted to get protection from such situations is the Information Technology Act 2000. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. സിമിലർലി വേരിയസ് ലോസ് എക്സിസ്റ്റ് ഫോർ ദ സേഫ്റ്റി ഓഫ് പീപ്പിൾ. ഇതുപോലെ തന്നെ വേറെയും പല നിയമങ്ങളും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, നിലവിലുണ്ട്. നെക്സ്റ്റ് ടേബിളിൽ കൊടുത്തിരിക്കുന്നു ഫൈൻഡ് ദ ലോസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾക്ക് പരിചയമുള്ള ലോസ് കണ്ടുപിടിച്ചിട്ട് ടേബിളിൽ എഴുതാനാണ് പറഞ്ഞത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. എൻഷുർ ദ റൈറ്റ് ഓഫ് ദ പബ്ലിക് ടു അവെയിൽ ഇൻഫർമേഷൻ. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എഴുതാം. എൻഷുർ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ 14 ഇയേഴ്സ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ഇത് പാസ്സാക്കിയത് 2009-ലാണ്. നെക്സ്റ്റ് നമുക്ക് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് എഴുതാം. ശൈശവ വിവാഹ നിരോധന നിയമം. ഇത് പാസ്സായത് 2006-ലാണ്. പ്രോഹിബിറ്റ്സ് മാരേജ് ബിഫോർ 18 ഇയേഴ്സ്. 18 വയസ്സിന് മുമ്പ് വിവാഹം നടത്തുന്നത് നിരോധിക്കുന്നു. ട്രാഫിക് ലോസ്, സൈബർ ലോസ് എറ്റ്സെട്ര ആർ എയിംഡ് അറ്റ് ദ ജനറൽ സേഫ്റ്റി ഓഫ് ദ സൊസൈറ്റി. ട്രാഫിക് നിയമങ്ങളും സൈബർ നിയമങ്ങളും സമൂഹത്തിൻ്റെ പൊതുവായ സുരക്ഷയാണ് ലക്ഷ്യം വെക്കുന്നത്. ഹൗവർ സം ലോസ് ആർ ദർ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. എന്നിരുന്നാലും ചില നിയമങ്ങൾ അവിടെയുണ്ട്, ചില പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങളുമുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിൽഡ്രൻ ആൻഡ് ദെയർ റൈറ്റ്സ്. കുട്ടികളും അവരുടെ അവകാശങ്ങളും. അവിടെ നമുക്കൊരു ബോക്സിൽ ഒരു കൊളാഷ് കാണാം. വയലേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആക്ട്, ഹോട്ടൽ ഓണർ ഈസ് ബുക്ക്ഡ്. ബാലവേല നിരോധന നിയമം ലംഘിച്ചു, ഹോട്ടൽ ഉടമ അറസ്റ്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ഇൻ ഫോഴ്സ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു. ഡിപ്പ് ഇൻ ക്രൈംസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആഫ്റ്റർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സർവേ റിപ്പോർട്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് ശേഷം കുട്ടികൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങളിൽ വളരെ കുറവുണ്ട്, ഒരു സർവേ റിപ്പോർട്ട് പറയുന്നു. ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് കംസ് ഇൻ ടു ഫോഴ്സ്. ശൈശവ വിവാഹ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു. ലുക്ക് അറ്റ് ദ ന്യൂസ് കൊളാഷ്. വിച്ച് ആർ ദ ലോസ് ദാറ്റ് ആർ റെഫർ ടു ഹിയർ. ഈ കൊളാഷ് നോക്കിയിട്ട് ഏതൊക്കെ നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കും. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം. സെക്കൻഡ് വൺ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ദെൻ തേർഡ് വൺ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ദെൻ ദ ഫോർത്ത് വൺ, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്. എ സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് ഇസ് ദ റൈറ്റ് ഓഫ് എവറി ചൈൽഡ്. ഒരു സുരക്ഷിതമായ നല്ലൊരു കുട്ടിക്കാലം അല്ലെങ്കിൽ ശൈശവം ഏതൊരു കുട്ടിയുടെയും അവകാശമാണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് സർട്ടൻ റൈറ്റ്സ് ടു ചിൽഡ്രൻ ഫോർ ദെയർ സേഫ്റ്റി. നമ്മുടെ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പുവരുന്നുണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ബിസൈഡ്സ് മെനി ലോസ് ആൻഡ് മെക്കാനിസംസ് ആർ ഇൻ പ്ലേസ് ടു പ്രൊട്ടക്ട് ചൈൽഡ് റൈറ്റ്സ്. കൂടാതെ പല നിയമങ്ങളും സംവിധാനങ്ങളും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിലവിലുണ്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986. ബാലവേല നിരോധന നിയമം 1986. എംപ്ലോയിങ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 14 ഇസ് എൻ ഒഫൻസ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിർത്തുന്നത് ഒരു കുറ്റമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. വിദ്യാഭ്യാസ അവകാശത്തിനുള്ള നിയമം 2009. ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ ഇസ് ഗ്യാരണ്ടീഡ് ടു ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്ന് പറയും. ദ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആർ ഫംഗ്ഷനിങ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ് റെസ്പെക്റ്റീവ്ലി ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും
2 കമ്മീഷനുകൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ ബാലസഭ റിഗാർഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് ബാലസഭയിൽ അവതരിപ്പിക്കാനുള്ള. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. The Juvenile Justice Act has been in force since 2015 to ensure a safe and secure childhood. സുരക്ഷിതമായൊരു ബാല്യകാലം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2015 മുതൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിലുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് ലോ, ഹറാസിംഗ് ആൻഡ് നെഗ്ലക്റ്റിംഗ് ചിൽഡ്രൻ, മേക്കിംഗ് ദം ബെഗ്, ഫോഴ്സ്ഡ് ലേബർ, ഗിവിംഗ് ദം ഡ്രഗ്സ് ആൻഡ് യൂസിംഗ് ദം ഫോർ ഡ്രഗ് പെഡിംഗ് ആർ പണിഷബിൾ. ഈ നിയമപ്രകാരം കുട്ടികളെ ഉപദ്രവിക്കുക, അവരെ അവഗണിക്കുക, അവരെ ഭിക്ഷയാചിക്കാൻ വിടുക, നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുക, അവർക്ക് മയക്കുമരുന്ന് നൽകുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി അവരെ ഉപയോഗിക്കുക എന്നിവയെല്ലാം പണിഷബിളാണ്, ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ്. ഇൻ കേസ് ഓഫ് സച്ച് എ വയലേഷൻ ഓഫ് റൈറ്റ്സ്, ദ സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഷാൽ ബി അപ്രോച്ച്ഡ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചറിൽ നമുക്ക് കാണാം നവംബർ 20 വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ, നവംബർ 20 ലോക ബാലാവകാശ ദിനം. ദെൻ നെക്സ്റ്റ് ബോക്സിൽ കാണാം ജൂൺ 12 ഈസ് ആൻറ്റി ചൈൽഡ് ലേബർ ഡേ. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് 1098. നെക്സ്റ്റ് നോക്കാം പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പോക്സോ ആക്ട് 2012 കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള നിയമമാണ്. ദ പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ഈസ് എ ലോ ദാറ്റ് ഹാസ് ബീൻ ഇനാക്റ്റഡ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അസൾട്ട് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ. ലിംഗവ്യത്യാസമില്ലാതെ കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012. Government of India implemented this act by accepting the recommendations of the United Nations Convention on the Rights of Children in 1989. ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയത് UN-ൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു കൺവെൻഷൻ 1989 നടന്നത്. അവരുടെ റെക്കമെൻഡേഷൻ കാരണമാണ് ഇന്ത്യ ഈ നിയമം നടപ്പിലാക്കിയത്. നെക്സ്റ്റ് ബോക്സിൽ കാണുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രിപ്പയർ പോസ്റ്റേഴ്സ് ദാറ്റ് സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള സന്ദേശം പറയുന്ന പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എക്സാമ്പിളായിട്ട് 2-3 കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. വി ആർ നൗ ഫെമിലിയർ വിത്ത് ഡിഫറെൻറ്റ് ലോസ്. നമ്മളിപ്പോൾ ഒരുപാട് നിയമങ്ങളെ പരിചയപ്പെട്ടു. അവർ സോഷ്യൽ ലൈഫ് പ്രൊസീഡ്സ് സ്മൂത്ത്ലി ആസ് വി ഒബേ ദീസ് റൂൾസ്. നമ്മുടെ സാമൂഹ്യ ജീവിതം സുഗമമായി പോകുന്നത് നമ്മൾ ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നതുകൊണ്ടാണ്. ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. The rule of law is a state of living subject to the equality of protection ensured by law. നിയമം ഉറപ്പുവരുത്തുന്ന സമത്വത്തിലൂടെയുള്ള ജീവിതാവസ്ഥയാണ് നമ്മൾ നിയമവാഴ്ച എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ്, തർക്ക പരിഹാര സംവിധാനങ്ങൾ, അതാണ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ. Whom do you approach for redressal measures in case of any violation of rules in your school? നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായാൽ, ആരെങ്കിലും നിയമങ്ങൾ എന്തെങ്കിലും തെറ്റിച്ചാൽ നിങ്ങളതിൻ്റെ പരിഹാര നടപടികൾക്കായി ആരെയാണ് സമീപിക്കുക? നമുക്കവിടെ എഴുതാം യുവർ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ. വിച്ച് ആർ ദ ഏജൻസീസ് വി അപ്രോച്ച് ടു എൻഷുർ ദ റൂൾ ഓഫ് ലോ ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ് ടു ദ ഇൻസ്റ്റൻസസ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടായാൽ അതിനുള്ള സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ ആരെയാണ് സമീപിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഏജൻസിയാണ് സമീപിക്കുക? അവിടെ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വിജിലൻറ്റ് കമ്മിറ്റി. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള വിജിലൻറ്റ് കമ്മിറ്റിക്ക്, നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഉണ്ടാകുന്ന വിജിലൻറ്റ് കമ്മിറ്റിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെയാണ് സമീപിക്കാൻ പറ്റുക? നമ്മുടെ എഴുതണം. നമുക്കവിടെ വാർഡ് മെമ്പറെന്നോ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയെന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എഴുതാം. ദ ഡ്യൂട്ടി ഓഫ് പോലീസ് ഈസ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. ക്രമസമാധാന പാലനമാണ് പോലീസുകാരുടെ ഡ്യൂട്ടി. Courts have the power to resolve disputes and impose penalties or punishments. കോടതികൾക്ക് തർക്കങ്ങൾ പരിഹരിക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒക്കെയുള്ള അധികാരങ്ങളുണ്ട്. ഒബ്സർവ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ കോഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന കോടതികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കുക. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോർട്ടിൻ്റെയാണ്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരള ഹൈക്കോടതിയാണ്. ദ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമോന്നത
നിയമകോടതിയാണ് സുപ്രീം കോടതി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. അത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈക്കോർട്ട് ഓഫ് കേരള. ദ ഹൈക്കോർട്ട് ഓഫ് കേരള ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോർട്ട് ഓഫ് കേരള. ദ കേരള ഹൈക്കോർട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എറണാകുളം. എറണാകുളം ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. Apart from the Supreme Court and High Courts, various types of courts are functioning in our country. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും പുറമെ പലതരത്തിലുള്ള ഒരുപാട് കോടതികൾ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒബ്സർവ് ദ ഹൈറാർക്കി ഓഫ് കോർട്സ്. കോടതികളെ ശ്രേണിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നോക്കാം. ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോർട്ട് കാണാം, പിന്നെ അതിന് താഴെ ഹൈക്കോർട്സ്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്സ്, ദെൻ ലാസ്റ്റായിട്ട് സെഷൻസ് കോർട്സ്. The chief duty of the courts is to ensure the supreme power of law. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കോടതികളുടെ പ്രധാന ചുമതല. We can have a smooth social life as we follow the rules. നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് സുഗമമായ ഒരു സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതം ഉണ്ടാകും. It is the duty of each of us to recognize this and act accordingly. ഇത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഫ്രണ്ട്സ്, ദ ലോ ആൻഡ് ദ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.